സ്പ്രിംഗ്ലറിൽ ആദ്യമേ സ്വയം കീഴടങ്ങിയ സർക്കാർ കോടതി വിധിയെ വളച്ചൊടിക്കുന്നു. ചെന്നിത്തലയുടെ വാദങ്ങളെ അംഗീകരിച്ച് കോടതി വിധി. 6 വർഷങ്ങൾക്ക് ശേഷം കേരള ഹൈക്കോടതി സ്പ്രിംഗ്ലർ സംബന്ധിച്ച കേസുകൾ തീർപ്പാക്കിയിരിക്കുകയാണ്. തീർപ്പാക്കി എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ കാര്യങ്ങൾ ആർക്കും വളച്ചൊടിക്കാം എന്നതിന്റെ സാധ്യതകൾ പരമാവധി ചൂഷണം ചെയ്ത് അന്തിമ വിധിയെ വളച്ചൊടിച്ച് CPM തങ്ങളുടെ ഈ വിഷയത്തിലെ പരാജയം മറച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ് ആദ്യം തന്നെ ചെയ്തത്. എന്നാൽ അന്ന് ഈ വിഷയത്തിൽ കോടതിയെ സമീപിച്ച രമേശ് ചെന്നിത്തല കോടതി വിധിയുമായിട്ട് വാർത്താ സമ്മേളനം നടത്തിയതോടെ ഇത് സംബന്ധിച്ച് CPM സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ പ്രചരണത്തിന്റെ മുനയൊടിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേസിൽ കോടതിയിൽ നിന്ന് എന്തെങ്കിലും വിധിയോ നിർദ്ദേശമോ വരും മുൻപ് തന്നെ പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ സർക്കാർ സ്വമേധയാ തന്നെ സ്പ്രിംഗ്ലറുമായുള്ള കരാറ് പിൻവലിച്ച് തടിയൂരിയിരുന്നു. അതുകൊണ്ട് തന്നെ കോടതിയിൽ പിന്നീട് നടന്നത് സാങ്കേതികമായ വാദങ്ങളും കരാറിലെ നിയമപ്രശ്നങ്ങളുമായിരുന്നു. അന്തിമ ഉത്തരവിൽ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ, നിയമവകുപ്പിന്റെ നിർദ്ദേശം തൊടാതെ, ക്യാമ്പയിന്റെ അനുമതി പോലും ലഭ്യമാക്കാതെ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ നേരെ കരാറിലേക്ക് പോയത് കൃത്യനിർവഹണത്തിലെ ഗുരുതരമായ വീഴ്ചയാണെന്നാണ് അന്തിമ വിധിയിൽ കോടതി വ്യക്തമാക്കിയത്. ഇനി അത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കരുതെന്നും കോടതി വിധിയിലുണ്ടായിരുന്നു. എന്നാൽ ഇത് മറച്ചുവെച്ച് കരാർ സ്വമേധയാ സർക്കാർ തന്നെ വിധി വരും മുൻപോ റദ്ദാക്കിയതിനാൽ അത്തരം നിർദ്ദേശങ്ങൾ വിധിയിൽ വന്നില്ല എന്നത് വെച്ചാണ് MV ഗോവിന്ദൻ സർക്കാർ നടപടിയെ കോടതി തെറ്റാണെന്ന് പറഞ്ഞില്ല എന്ന് വ്യാഖ്യാനവുമായി വന്നത്. വിധിയുടെ അന്തസത്ത പരിശോധിച്ചാൽ രമേശ് ചെന്നിത്തല പ്രധാനമായിട്ട് ഉന്നയിച്ച പൗരന്മാരുടെ വ്യക്തിഗത വിവരങ്ങൾ ഒരു വിദേശ സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കുന്നതിന്റെ അപകടം കോടതിക്ക് കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട്. ഈ കരാറിന്റെ ഫയൽ നീക്കത്തിൽ അതുപോലെ റൂൾസ് ഓഫ് പ്രൊസീജിയർ, സെക്രട്ടേറിയറ്റ് മാനുവൽ എന്നിവയൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നും നിയമവകുപ്പുമായോ ധനകാര്യ വകുപ്പുമായോ കൂടി ആലോചിച്ചിട്ടില്ല എന്നതും കോടതിക്ക് ബോധ്യപ്പെട്ടിരുന്നു. കരാർ സർക്കാർ തന്നെ റദ്ദാക്കിയത് കൊണ്ടും ശേഖരിച്ച ഡാറ്റ സ്പ്രിംഗ്ലർ നശിപ്പിച്ചതുകൊണ്ടും ഇനി കേസിന് പ്രസക്തിയില്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കോടതി വിധിയിൽ പറഞ്ഞതോടെ സർക്കാർ ചെയ്തത് ശരിയായിരുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. 2020 ഈ കേസിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങളുടെ വിവരങ്ങൾക്ക് എത്രമാത്രം വിലയുണ്ടെന്നത് നിങ്ങൾക്ക് ഊഹിക്കുവാൻ കഴിയുമോ? ഇന്ന് ലോകത്തെ സാമ്പത്തിക വ്യവസായ മേഖലകളെ മാത്രമല്ല ഭരണകൂടങ്ങളെ വരെ നിശ്ചയിക്കും വിധം തീരുമാനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഡാറ്റ. അതായത് എന്റെയും നിങ്ങളുടെയും എല്ലാ വ്യക്തിഗത വിവരങ്ങൾ ബിസിനസ്സുകാർ തങ്ങളുടെ ബിസിനസ് ഉയർത്തുവാനും പുതിയ മേഖലകൾ തുടങ്ങുവാനും എല്ലാം ഉപയോഗിക്കുന്നത് അതാത് പ്രദേശത്തെ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങളാണ്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ആളുകൾ എന്ത് കഴിക്കുന്നു, എന്ത് വാങ്ങുന്നു, എത്ര ചിലവഴിക്കുന്നു, എന്ത് കാണുന്നു എന്നതെല്ലാം ഈ വിവരങ്ങളുടെ പരിധിയിൽ വരുന്നതാണ്. ഇതിവർക്ക് എങ്ങനെ കിട്ടുന്നു എന്നതായിരിക്കും നിങ്ങളുടെ അടുത്ത സംശയം, അല്ലെ? അവിടെയാണ് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് കോവിഡ് സമയത്തുണ്ടായ സ്പ്രിംഗ്ലർ വിവാദത്തിന്റെ പ്രസക്തി വലുതാവുന്നത്. മുൻപ് പറഞ്ഞ പോലെ വൻകിട കമ്പനികൾ സ്വകാര്യ വ്യക്തികളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് പലപ്പോഴും പല ഏജൻസികളിൽ നിന്നാണ്. ഡാറ്റയുടെ എണ്ണവും കൃത്യതയും വച്ച് വൻ തുകയാണ് ഇത്തരം കമ്പനിക്കാർ ഏജൻസികൾക്ക് നൽകുന്നത്. ഇവിടെയാണ് കോവിഡ് സമയത്ത് കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം ആരോഗ്യ വിവരങ്ങൾ സർക്കാർ ശേഖരിക്കുന്നതിനായിട്ട് അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗ്ലർ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുവാനും ഇങ്ങനെ സർക്കാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ശേഖരിക്കുന്ന ഡാറ്റ മാനേജ് ചെയ്യുന്നതിനായിട്ട് കമ്പനിയെ ചുമതലപ്പെടുത്തുവാനും തീരുമാനിച്ചത്. വ്യക്തിയുടെ വിവരങ്ങളിൽ ഏറ്റവും സെൻസിറ്റീവ് എന്ന് കരുതപ്പെടുന്ന ഡാറ്റകളിൽ ഒന്നാണ് ആരോഗ്യ വിവരങ്ങൾ. വിവരാവകാശ നിയമം പോലും അത്തരം വിവരങ്ങൾ വ്യക്തികളുടെ അനുമതി ഇല്ലാതെ നൽകരുത് എന്നത് നിഷ്കർഷിച്ചിട്ടുള്ളതാണ്. അവിടെയാണ് സ്പ്രിംഗ്ലർ എന്ന വിദേശ കമ്പനിക്ക് കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം ഡാറ്റ സർക്കാർ തന്നെ ശേഖരിച്ച് ആധികാരികമായിട്ട് നൽകുന്നത്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഇതിലെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് ഉടൻ തന്നെ കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതിയും പൗരന്മാരുടെ വിവരങ്ങൾ സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുന്നതിലെ കുഴപ്പം മനസ്സിലാക്കി ചെന്നിത്തലയുടെ ഹർജി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു. പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് അന്ന് പ്രതിപക്ഷ നേതാവ് കോടതിയിൽ ഉന്നയിച്ചത്. ഒന്നാമത്തേത് വ്യക്തിഗത ഡാറ്റ, അതും വളരെ സെൻസിറ്റീവ് ആയിട്ട് ഹെൽത്ത് ഡാറ്റ ഒരു വിദേശ സ്വകാര്യ കമ്പനിക്ക് നൽകിയ സ്വകാര്യത ലംഘനമാണ്. 2, ജനങ്ങളുടെ ഇൻഫോംഡ് കൺസെന്റ് ഇല്ലാതെ ഈ ഡാറ്റ ശേഖരിച്ചു. 3, ആവശ്യമായ
ആവശ്യമായ നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെയാണ് കരാർ ഒപ്പിട്ടത്. ക്യാബിനറ്റിന്റെ അനുമതി പോലും ലഭ്യമാക്കിയിരുന്നില്ല. ഇതിനു പിന്നിൽ വലിയ അഴിമതിയും തട്ടിപ്പും നടക്കാനും സാധ്യതയുണ്ട്. നാലാമത്തേത്, ഡാറ്റ ചോർച്ചയ്ക്കും ദുരുപയോഗത്തിനും വലിയ സാധ്യത നിലനിൽക്കുന്നു എന്നതാണ്. 5, അതുകൊണ്ട് ഈ കരാർ റദ്ദാക്കുകയും ഡാറ്റ സർക്കാർ തിരിച്ചെടുക്കുകയും വേണം. ചെന്നിത്തല കോടതിയെ സമീപിച്ചതിനു പിന്നാലെ കേരളത്തിലെ ഈ വിഷയം വൻ വിവാദം സൃഷ്ടിക്കുകയും സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുന്നു എന്നതിന്റെ പേരിൽ സർക്കാർ സംവിധാനമായ ആധാറിനെ വരെ എതിർത്ത ഇടതു പാർട്ടികൾ സ്വന്തം ഭരണത്തിൽ അതേ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പൊളിറ്റിക്കൽ ധാർമ്മികത ചർച്ചാ വിഷയമാക്കുകയും ചെയ്തു. കോടതിയിൽ തിരിച്ചടി നേരിടുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ സർക്കാർ അവസാനം 2 മാസത്തിനുള്ളിൽ സ്പ്രിംഗ്ലറുമായിട്ടുള്ള കരാർ സ്വമേധയാ റദ്ദാക്കുകയുമാണ് ചെയ്തത്. ഇത്രയുമാണ് അന്ന് നടന്നത്. കരാർ റദ്ദാക്കണമെന്നും ഡാറ്റ സ്പ്രിംഗ്ലറിൽ നിന്ന് തിരിച്ചെടുക്കണമെന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. അത് കോടതി വിധിക്ക് മുൻപേ തന്നെ സർക്കാർ സ്വമേധയാ ചെയ്തതോടെ ചെന്നിത്തലയുടെ ഈ വിഷയത്തിലെ നിലപാടിന് മുൻപിൽ സർക്കാർ മുട്ടുകുത്തുകയാണുണ്ടായത്. കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായിരുന്നതിനാൽ പ്രതിഷേധങ്ങൾ അത്ര ശക്തമല്ലാതായിരുന്നിട്ട് കൂടി സർക്കാരിന് ഈ വിഷയത്തിൽ തങ്ങളുടെ തീരുമാനത്തിൽ നിന്നും പിന്മാറേണ്ടി വന്നു എന്നതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രസക്തമായ കാര്യം. അതിലെ ജാള്യത മറയ്ക്കാനായാണ് പാർട്ടി സെക്രട്ടറി സർക്കാർ തന്നെ റദ്ദാക്കിയ കരാറിനെ വീണ്ടും റദ്ദാക്കാൻ കോടതി വിധിച്ചില്ല എന്ന പേരിൽ ക്യാപ്സ്യൂളുകൾ ഇറക്കുന്നത്. സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകിയെന്നായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ ആദ്യ വാദം. എന്നാൽ ചെന്നിത്തല കോടതി വിധിയുമായി പത്രസമ്മേളനം നടത്തിയതോടെ സർക്കാരിന് ക്ലീൻ ചിറ്റ് അല്ല നൽകിയത്, മറിച്ച് ഇത്തരം പരിപാടികൾ മേലിൽ ആവർത്തിക്കരുതെന്ന കർശനമായ താക്കീതാണെന്ന് വ്യക്തമാവുകയും ചെയ്തു. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ കോവിഡ് കാലത്തെ അഴിമതി കഥകൾ വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത് നിലവിൽ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഇടതുമുന്നണിയെ കൂടുതൽ കുഴപ്പത്തിലേക്ക് തള്ളിയിടുകയാണ്.